നടി ശോഭന രാജീവ് ചന്ദ്രശേഖരനായി പ്രചരണത്തിന് തിരുവനന്തപുരത്ത് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ ശേഷമാണ് ശോഭന നെയ്യാറ്റിങ്കരയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തത്. എന്തുകൊണ്ടാണ് നടി ശോഭന തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് BJP നെയ്യാറ്റിങ്കരയിൽ പ്രചരണത്തിന് തീരുമാനിച്ചു? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ. കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് കൗതുകം തോന്നും. ഇതിപ്പോൾ ശോഭന എവിടെ വേണമെങ്കിൽ കൊണ്ട് ഇറക്കിക്കൂടെ, പ്രചരണം നടത്തിക്കൂടെ എന്നുള്ളത്. അങ്ങനെയല്ല. ഇത് BJP ചില സ്ഥലങ്ങളിൽ വീക്കാണ് എന്നുള്ളത് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേ കാലമായി BJP മുന്നേറ്റം നടത്താറുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചാണ് O രാജഗോപാൽ അവിടെ പരാജയപ്പെട്ടത്. 15,000-ഓളം വോട്ടിനാണ് O രാജഗോപാൽ പരാജയപ്പെട്ടത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിനെക്കാട്ടിൽ ഏതാണ്ട് 40,000 വോട്ട് അധികം പിടിച്ചു എങ്കിൽ പോലും കുമ്മനം രാജശേഖരന് ജയിക്കാൻ കഴിഞ്ഞില്ല. അതിലും കൂടുതൽ വോട്ട് പിടിച്ച് ശശി തരൂർ ജയിക്കുകയായിരുന്നു. അതും വമ്പൻ ജയം, 1,00,000 വോട്ടുകളുടെ ജയം. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് തിരിച്ചടിയാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് നെയ്യാറ്റിങ്കര. അതായത് 2014 മാത്രം കണക്കെടുത്താൽ നഗരമണ്ഡലങ്ങളായ തിരുവനന്തപുരം, കഴക്കൂട്ടം, നേമം, ഒപ്പം തന്നെ വട്ടിയൂർക്കാവ്, ഈ 4 മണ്ഡലങ്ങളിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. നേമത്ത് മാത്രം ഏതാണ്ട് 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും തിരുവനന്തപുരത്തുമൊക്കെ ഭൂരിപക്ഷമുണ്ടായി. അങ്ങനെ ആകെ 32,000-ൽ പരം വോട്ടുകൾ ഈ 4 മണ്ഡലങ്ങളിൽ നിന്ന് BJPക്ക് ലീഡുണ്ടായി. പക്ഷേ ഏറ്റവും അവസാനം വോട്ടെണ്ണിയപ്പോഴാണ് രാജഗോപാൽ പിന്നിലായത്. ഒരുപാട് സമയം രാജഗോപാൽ ലീഡിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം വോട്ടെണ്ണിയപ്പോഴാണ് പിന്നിലായത്. അത് കോവളം, ഒപ്പം തന്നെ നെയ്യാറ്റിങ്കര, പാറശാല തുടങ്ങിയ മണ്ഡലങ്ങളാണ്. ഇവിടെ എല്ലാം തരൂര് മുന്നേറ്റം നടത്തുകയായിരുന്നു. നോക്കുമ്പോൾ 4 മണ്ഡലങ്ങളിൽ O രാജഗോപാൽ മുന്നേറി, 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് തരൂർ മുന്നേറിയത്. പിന്നെ എങ്ങനെ തരൂർ ജയിച്ചു എന്ന് ചോദിച്ചാൽ, പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകൾ, അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഈ 3 മണ്ഡലങ്ങൾ: നെയ്യാറ്റിങ്കര, പാറശാല, ഒപ്പം തന്നെ കോവളം. മറ്റ് നഗരമണ്ഡലങ്ങളെ സംബന്ധിച്ച് ഒരു 52% അല്ലെങ്കിൽ 60% ഒക്കെ പോളിംഗ് ഉണ്ടാവാറുള്ളൂ. വോട്ടർമാരുടെ എണ്ണവും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈ ഗ്രാമപ്രദേശത്തെ വലിയ നിയമസഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. 2019 വരുമ്പോഴും ഈ നഗരമണ്ഡലങ്ങളിലടക്കം, നിയമം ഒഴികെയുള്ള നഗരമണ്ഡലങ്ങളിലും ശശി തരൂർ മുന്നേറിയിരുന്നു. പക്ഷേ ഈ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമൊക്കെ നേരിയ മുൻതൂക്കം മാത്രമാണ് തരൂരിന് ലഭിച്ചത്. അവിടെയും വമ്പൻ ലീഡിലേക്ക് കടക്കാൻ തരൂരിന് തുണയായത് ഈ നെയ്യാറ്റിങ്കര, പാറശാല, കോവളം മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ മുന്നോട്ട് പോകാതെ ഏത് സ്ഥാനാർത്ഥി വന്നാലും വിജയിക്കാൻ കഴിയില്ല എന്ന് BJP വിലയിരുത്തുകയാണ്. ഇപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ശശി തരൂർ കുറച്ച് പ്രതിരോധത്തിലാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ താക്കീത് പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്നു ശശി തരൂരിന്. പ്രത്യേകിച്ച് പണം, വിവിധ മേലധികാരികൾക്ക് പണം നൽകി എന്നുള്ള ആരോപണത്തിലൊക്കെ യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണം, അതായത് തെളിവുകളില്ലാത്ത ആരോപണം ഉന്നയിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ താക്കീത് നേരിടേണ്ടി വന്ന സ്ഥാനാർത്ഥി കൂടിയായി ഏറ്റവും ഒടുവിൽ ശശി തരൂർ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് മാത്രം അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് BJP വിലയിരുത്തുകയാണ്. അത് ഈ വോട്ട് ചോർന്നു പോകുന്ന മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പോൾ കോവളത്തും പാറശാലയിലും, ഒപ്പം തന്നെ നെയ്യാറ്റിങ്കര പോലുള്ള മേഖലകളിൽ കൂടി കാര്യമായ ജയപ്രതീക്ഷ ഉണ്ടാക്കുക, അവിടുത്തെ നാടാർ വോട്ടുകളിലടക്കം കടന്നു കയറാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തീരമേഖലകളെ കേന്ദ്രീകരിച്ച് കടൽക്ഷോഭമുണ്ടാകുന്ന മേഖലകളിൽ അദ്ദേഹം പോയി നേരിട്ട്, പൊഴിയൂരടക്കമുള്ള മേഖലകളിൽ നേരിട്ട് സംസാരിക്കുകയും ഉടൻ തന്നെ കേന്ദ്ര സംഘത്തെ വിടുകയൊക്കെ ചെയ്ത് ആ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരത്തിന് ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തുടക്കം മുതൽ തന്നെ. അതിനിടയിൽ പള്ളി വികാരി, ലത്തീൻ സഭയുടെ ബിഷപ്പ് നെറ്റോ പിതാവ്, അദ്ദേഹം ചില പരാമർശങ്ങളൊക്കെ BJPക്കെതിരെ നടത്തി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക്, അതായത് ആ വോട്ടങ്ങ് ഉപേക്ഷിച്ച് കളയേണ്ട വോട്ടുകളല്ല എന്ന് രാജീവ് ചന്ദ്രശേഖരും BJPയും തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത്. അതായത് ആ വോട്ടുകൾ, അത് കാര്യമായ വോട്ട് കിട്ടിയില്ലെങ്കിലും ഒരു
തീരെ അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല, അവിടെ നിന്നും വോട്ട് കിട്ടണം എന്ന് രാജീവ് ചന്ദ്രശേഖരും BJPയും കണക്ക് കൂട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗം കൂടിയാണ്. അതായത് സാധാരണഗതിയിൽ BJP വലിയ കോൺസെൻട്രേഷൻ ഒന്നും ചെയ്യാത്ത മണ്ഡലമായ നെയ്യാറ്റിൻകരയിൽ BJP ശോഭനയെ ഇറക്കി ഒരു റോഡ് ഷോ നടത്തുക. കാരണം ശോഭനയെ പോലെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം വരുന്നു, രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിന്നൊരു റോഡ് ഷോ നടത്തുമ്പോൾ അതൊരു പോസിറ്റീവ് വൈബ് ഇത്തരം ആളുകളെ കൊണ്ട് നഗരത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇപ്പോൾ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ചേർന്നാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുകയും പിന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തത്. അത് നഗരമണ്ഡലങ്ങളിൽ പറ്റിയ ആളാണ് S ജയശങ്കർ. കാരണം രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ യശസ് ഉയർത്താൻ വലിയ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരാളാണ് S ജയശങ്കർ. സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായിരുന്ന സമയത്തും വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു S ജയശങ്കർ. അങ്ങനെ ആ മേഖലയിൽ പേരുകെട്ടൊരാളെ നഗരത്തിലിറക്കുന്നു. ഗ്രാമമേഖലയിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നൊക്കെയുള്ള ആളുകളോട് ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അതൊരു പൂർണ്ണമായി വോട്ടായി മാറുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം പൊളിറ്റിക്കലായിരിക്കും വോട്ടുകൾ. പക്ഷേ സ്ത്രീ വോട്ടർമാരെയൊക്കെ കുറച്ചൊക്കെ സ്വാധീനിക്കാനും അവരുടെ ഒരു അകലം കുറയ്ക്കാനും BJPയോടുള്ള അകലം കുറയ്ക്കാനും ഇത്തരം താരങ്ങൾ വരുന്നത് ഗുണമാകുമെന്ന് തന്നെയാണ് BJP വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ BJPക്ക് പരമാവധി ഒരു 30,000-32,000 വോട്ടുകൾ മാത്രമാണ് നെയ്യാറ്റിൻകരയിൽ ലഭിക്കാറുള്ളത്. അപ്പോൾ നേരെ UDF സ്ഥാനാർത്ഥി തരൂരിന് ചിലപ്പോൾ 60,000-70,000 ഒക്കെ വരെ വോട്ടുകൾ കിട്ടുന്നുണ്ട്. അത്ര വലിയ വ്യത്യാസം അവിടെ BJPയും കോൺഗ്രസും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ചില ശ്രമങ്ങൾ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ പിഴവുകൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഫലത്തിൽ BJP നടത്തുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ നെയ്യാറ്റിൻകരയിലെ അടക്കം പ്രചരണം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും സർവേകളിലെല്ലാം തരൂരിന് ആശ്വാസമായ ഫലങ്ങളാണ് വരുന്നത്. 3-ാം സ്ഥാനത്തേക്ക് പന്നിൻ രവീന്ദ്രൻ പോകുമെങ്കിലും വളരെ പിന്നിലല്ല പന്നിൻ. 2-ാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു. 1-ാം സ്ഥാനത്ത് ഇപ്പോൾ മനോരമയുടെയൊക്കെ സർവേ എടുത്താൽ 30% രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുന്ന വോട്ടുകളെങ്കിൽ 40% വോട്ടുകൾ ശശി തരൂരിന് കിട്ടും. ഒരു കംഫർട്ടബിൾ മെജോറിറ്റി തരൂരിന് ഉണ്ടാകുമെന്ന് തന്നെ പ്രവചിക്കുകയാണ്. തരൂർ തീർച്ചയായും ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ ഇത്തവണ 3 തവണയും അദ്ദേഹം മത്സരിച്ചു, കുറേ വാഗ്ദാനങ്ങൾ നൽകി, ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് എതിർ സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചും അത്തരം ചില പൾസുകൾ ഉണ്ട്. അതൊക്കെ പക്ഷേ തരൂരിനെ തോൽപ്പിക്കാൻ തക്കവണ്ണം ഉള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളായി മാറുമോ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം കണ്ട ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നോക്കൂ, രാജഗോപാലിനെക്കാട്ടിൽ ഏതാണ്ട് 40,000 വോട്ടുകൾ കുമ്മനം രാജശേഖരൻ അധികമായി പിടിച്ചു. ദിവാകരൻ, അതിന് മുൻപ് നിന്ന ബെനറ്റ് എബ്രഹാമിനെക്കാട്ടിൽ 10,000 വോട്ട് അധികമായി പിടിച്ചു. പക്ഷേ ശശി തരൂർ ഇതാ വമ്പൻ മുന്നേറ്റം, ഏതാണ്ട് 1,00,000-ൽ പരം പുതിയ വോട്ടർമാരെങ്കിലും ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടാകണം എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഏതാണ്ട് 4.25 ലക്ഷത്തോളം വോട്ടുകൾ നേടിയാണ് കുമ്മനം രാജശേഖരനെ 1,00,000 വോട്ടിന് പിന്നിലാക്കി തരൂർ ജയിച്ചത്. അതുകൊണ്ട് തരൂരിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും അസ്തമിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ BJP നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇങ്ങനെ ചില സാഹചര്യങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, കമൻറ്റുകളായി രേഖപ്പെടുത്തണം, ലൈക്കോ ഡിസ്ലൈക്കോ ഒക്കെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ പോലെ. നന്ദി.